cliche. I see the sparks you throw my way. I know your name is written on everyone's mind. Your whole show is captivating me, but don't think that I can see right through that disguise. But when you got close to me, you had me falling so hard, baby, yeah, now I get it. Hello friends, welcome back to Devu's Homey Home. Don't even at me. How about we just go with the flow now, you know. കൊറോണയൊക്കെ ആയ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് പിള്ളേർക്കൊക്കെ ഭയങ്കര മടുപ്പാണ്. അപ്പോൾ ഒരു ഡേ ഒരു ഔട്ടിങ് പോലെ ഞങ്ങൾ അടുത്തുള്ളൊരു റിസോർട്ടിലോട്ട് പോവാം. ഇന്ന് കൊല്ലത്തുള്ളൊരു റിസോർട്ടിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ചന്ദനപ്പള്ളിയിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറൊക്കെ ട്രാവലേ ഉള്ളൂ. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. കാറൊക്കെ സാനിറ്റൈസ് ചെയ്തും ബാഗ് സാനിറ്റൈസ് ചെയ്തുമൊക്കെ നമുക്ക് അകത്ത് തരാൻ പറ്റുള്ളൂ. See right through that disguise. But when you got close to me, you had me falling so hard, baby, yeah, now I get it. You got heads turning, and you don't even try. കൊടുക്ക് എല്ലാം എടുക്കുക. കായലിൻ്റെ തീരത്തിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു റിസോർട്ട്. നമ്മൾ ഓർക്കും കായലിൻ്റെ നടുക്ക് നമ്മൾ നിൽക്കുക എന്നൊക്കെ തോന്നുന്ന ഒരു റിസോർട്ടാണ് ഇത്. The sparks you throw my way. I know your name is written on everyone's mind. Your whole show is captivating me, but don't think that I can see right through that disguise. But when you got close to me, you had me falling so hard, baby, yeah, now I get it. You got heads turning, and you don't even try. Well, would you look at that? My glass is empty, How about I get another drink, baby, Okay, I get it. You got fire burning, close to me. You had me falling so hard, baby. കയറി വരുന്നിടത്ത് റിസപ്ഷൻ്റെ അവിടെ ഈ വള്ളത്തിനകത്ത് നിറച്ചും സ്പൈസസാണ്. നമ്മുടെ ഇവിടെ കിട്ടുന്ന പലതരത്തിലുള്ള സ്പൈസസ് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. This whole thing, I like the way you look at me. How about we just go with the flow now, you know. I feel it too. But I don't think this could be something that becomes a thing. Maybe just for tonight. ഈ റിസോർട്ടും ഏരിയയൊക്കെ ഒന്ന് കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. ഒരു ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കാണാൻ ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയായി. പിന്നെ ഞങ്ങളത് തിരിച്ചു പോയി, മഴ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് ഓർത്തു. Right there in your eyes. So when you got close to me, you had me falling so hard, baby, yeah, now I get it. You got heads turning, and you don't even try. Well, would you look at that? My glass is empty, How about I get another drink, baby, Okay, I get it. You got fire burning, right there in your eyes. നമ്മളിപ്പം ബോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇവിടെ.
അപ്പം ലൈഫ് ജാക്കറ്റൊക്കെ സാനിറ്റൈസ് ചെയ്ത് ബോട്ടുമൊക്കെ സാനിറ്റൈസ് ചെയ്ത് നമ്മളെ കയറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ഹാർബർ കാണാൻ പോവാം. ഹാർബറും അതിൻ്റെ അടുത്ത് സീയും ഒക്കെ ഉണ്ട്. സീഡ് അങ്ങോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഹാർബർ, ഫിഷ് മാർക്കറ്റും ലേലം ചെയ്യുന്ന സ്ഥലമൊക്കെ കാണാനായിട്ട് നമ്മൾ പോവാം. അപ്പം നമ്മൾ റോഡിൽ കൂടെ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ ഇവിടെയും 2 സൈഡിലും ഇങ്ങനെ ബോട്ടുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ബോട്ട് റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്സ് ഉണ്ട്. പിന്നെ ഡീസൽ അടിക്കാൻ പമ്പുണ്ട്. അങ്ങനെ പിന്നെ കൊച്ചു കൊച്ചു കടകൾ, വീടുകൾ. അപ്പോൾ നമ്മൾ റോഡിൽ പോകുമ്പോൾ എന്തൊക്കെ കാണുന്നോ അതുപോലെ എല്ലാ കാര്യങ്ങളും ഈ 2 സൈഡിലായിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഐലൻഡ് എന്ന് പറയുന്നത് ഒരു ഓർഫനേജാണ്. അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അവിടെ ഒരു പള്ളി നടത്തുന്ന ഒരു ഓർഫനേജാണ് അത്. Right there in your eyes. Oh, yeah. നമ്മൾ ഇവിടം വരെ വന്ന് ഈ ഹാർബർ കാണാനായിട്ടാണ്. ഇവിടെ ഫിഷൊക്കെ വന്ന് ലേലം ചെയ്യുന്നതുമൊക്കെ ഇവിടെ പറയുന്നത് കേട്ടിട്ട് 1 കിലോയ്ക്ക് 15 രൂപയൊക്കെ ഉള്ളൂ. നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും അതിന് 300 രൂപയൊക്കെ വരും ഫിഷിന്. ഇവിടെ വിൽക്കുമ്പോൾ, ലേലത്തിന് വിൽക്കുമ്പോൾ 1 കിലോയ്ക്ക് 15 രൂപയ്ക്കൊക്കെ കിട്ടും എന്ന് ഇവിടെ നമ്മൾ ബോട്ട് ഓടിക്കുന്ന ആ ചേട്ടൻ പറഞ്ഞതാണ്. ഇപ്പം നമ്മൾ തിരിച്ചു ഹാർബറൊക്കെ കണ്ടു. This whole thing, I like the way you look at me. How about we just go with the flow? Now you know I feel it too. But I don't think this could be something that becomes a thing. Maybe just for tonight, then I'll be over you. But when you got close to me, yeah. ഈ റിസോർട്ട് വെച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് ബ്രെഡ് സാൻഡ്വിച്ച് ആയിരുന്നു. അതെങ്ങനെ കുക്ക് ചെയ്യുന്നത് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ 3 ടേബിൾ സ്പൂൺ മയോണീസ് വേണം, 3 ടേബിൾ സ്പൂൺ ചീസ് വേണം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ചിക്കൻ സാൻഡ്വിച്ചാണ്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ്, ഇറ്റാലിയൻ ഹെർബ്സ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സാൻഡ്വിച്ച് റെഡിയാവും. വളരെ ഈസി, ഹെൽത്തി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.